പരിശോധിച്ചിട്ട് എന്തൊക്കെയാണോ മനസ്സിലായ കാര്യം അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ തിരുത്തൽ വേണോ ആ തിരുത്തൽ ഞങ്ങൾ നടത്തും. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, സൂപ്പർ സർക്കാർ തന്നെയാണ്. പക്ഷെ താഴത്തെ എത്രത്തോളമാണെന്ന് പരിശോധിക്കാം. സംഘടനാ വീഴ്ചയൊക്കെ ഉണ്ടാവുന്നു. ഇപ്പൊ സംഘടനാ വീഴ്ചയില്ല നമ്മളാരും പറഞ്ഞിട്ടുണ്ടോ? എല്ലാ വീഴ്ചയും പരിശോധിക്കും. രാഷ്ട്രീയമായ വീഴ്ചയുണ്ടോ, സംഘടനാപരമായ വീഴ്ചയുണ്ടോ, അതുപോലെ ഉയർത്തിയ മുദ്രാവാക്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നിലവിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കാൻ പോവാണ്. കുഴപ്പമില്ല, നല്ല സമയം ഇത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മനസ്സിലാക്കേണ്ടത് അവസാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് തന്നെ തുടരും. നിങ്ങൾ വിചാരം എന്താ പറയുക, ഈ ഇലക്ഷനിൽ എവിടെയെങ്കിലും ജയിക്കുക തോക്കുന്നതിനനുസരിച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് സ്വീകരിക്കുന്നതെന്നാ? പരിശോധന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിത്തറ വിപുലപ്പെടുത്താൻ അടുത്ത ഈ 3ാം ടേമിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ടേക്ക് വരാൻ അതല്ലേ പരിശോധന. അത് നോക്കാം നമുക്ക്. അല്ല, എന്തിനാണെന്ന് സമ്മതിക്കുന്നത് നോക്കട്ടെ, ഉണ്ടെന്ന് പരിശോധിക്കാം. ഞാൻ പറഞ്ഞല്ലോ പരിശോധിക്കാം. ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ അതില്ല. ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇവിടെ. എവിടെയുണ്ടായി അങ്ങനെ? അതൊന്നുമായിട്ടില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു അങ്ങനെയാണെന്ന് ഒരാൾ മത്സരിച്ച സ്ഥലത്തല്ലേ പ്രശ്നം ഉണ്ടാവില്ല. അതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങൾ തോറ്റുവെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് പണിയാവുന്നു. അയാള് പിന്നെ എന്താ ഓരോ രാജ്യയില് അസംബ്ലിയിലല്ലേ? അതിങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നാൽ അത് അവസാനം വനവാസം തന്നെ കൊണ്ടിരും. ഞാൻ അങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ല. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാ, ഒരു കമ്മ്യൂണിസ്റ്റിന് പരാജയം എന്ന് പറയുന്നത് അത് അവസാനത്തെ പരാജയമാണെന്നോ വിജയം എന്ന് പറയുന്നത് അത് അവസാനത്തെ വിജയമാണോ എന്ന ഒരു തെറ്റിദ്ധാരണയുള്ളവരല്ല ഞങ്ങള്. വനവാസം എന്ത് വനവാസം? അതെല്ലാം പഴയ പറഞ്ഞു വെച്ചല്ലേ. ഞാൻ പോയില്ല വനവാസത്തിന് പോകുന്നു. രാഷ്ട്രീയം വിട്ടു പോകുന്ന പ്രശ്നമില്ല. ഞാൻ ഈ ഭരണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വന്നിട്ടുള്ള ഒരാളല്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സംശയവും വേണ്ട, ഇതേ രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോയിട്ട് തെറ്റെല്ലാം തിരുത്തി ശരിയായ രീതിയിൽ ജനങ്ങളെ മുഴുവൻ മുന്നോട്ടേക്ക് നയിച്ച് അടുത്ത 26 ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. യെസ്. അല്ല, ഞങ്ങളിപ്പോ പ്രകടമായി കണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് ആവശ്യമായ പരിശോധന താഴത്ത് നടത്തിയിട്ട് റിവ്യൂ കൂടി ചേർന്ന് നിങ്ങളോട് പറയാനുള്ളത് പറയാം. പരിശോധിക്കും. ഞങ്ങളെ പരിശോധന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നതനുസരിച്ച് പരിശോധിക്കാൻ അങ്ങനെ ഞങ്ങൾ ഇടയിൽ പരിശോധിക്കുന്നില്ല. ഞങ്ങൾ സംസ്ഥാനക്ക് ഇതും കൂടി ഒന്ന് കേട്ടോ, ഇനി വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ വർത്തമാനം ചോദിക്കണ്ടല്ലോ. അതായത് ഞങ്ങളിത് ഒരു പ്രാഥമികമായ രീതിയിലുള്ള പരിശോധന മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഞങ്ങൾ ജില്ലാ കമ്മിറ്റികളിൽ താഴെ കമ്മിറ്റികളിലോ ഇത് താഴെ വരെയുള്ളതാണല്ലോ, അതെല്ലാം ചേർന്ന് പരിശോധിച്ച് പിന്നീട് വീണ്ടും സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേർന്ന് പരിശോധിച്ചതിന് ശേഷം നിങ്ങളോട് എന്തൊക്കെയാണോ ഞങ്ങൾക്ക് ഈ കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത് അത് നിങ്ങളോട് അന്നേരം പറയും. ഇത് ഇമ്മാസം അവസാനിക്കും. ഈ പ്രോസസ് ഈ മാസം അവസാനിക്കും. മതി ഇനി കുറേ പ്രാവശ്യം ഈ ഭരണവിരുദ്ധ വികാരം. അതായത് അദ്ദേഹം തന്നെ തിരിച്ചല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ വർത്തമാനം സംബന്ധിച്ചിടത്തോളം ഒരു പുതു നാടൻ വർത്തമാനം പറഞ്ഞത് മാത്രമേ. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതായത് പ്രകടമായി ഇതൊന്നുമല്ല. എന്നാൽ ഇതെല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായി പരിശോധിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്.
നോക്കാന്ന് നിങ്ങളെന്തിനാ അത്ര ബേജാറാകുന്നു വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ? അതും പരിശോധിക്കും. പിന്നെന്താ പരിശോധിക്കാണ്ട്? ഏത് പാട്ട് അല്ല, പാട്ടൊക്കെ പലതും ഇത് പാട്ട് വിമോചന സമരത്തിന് എന്തെല്ലാം പാട്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പാട്ട് വിമോചന സമരകാലത്ത് 59 അത് ജനിച്ചില്ല. അപ്പൊ പാട്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വലതുപക്ഷത്തിനുമൊക്കെ എതിരായിട്ട് വലതുപക്ഷം നിങ്ങൾക്കല്ലേ ഏറ്റവും കൂടുതൽ ശേഷിയുള്ളത്. കാരണം മൂലധന ശേഷി മുഴുവൻ ഈ മാധ്യമങ്ങൾക്കല്ലേ. ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ദുർബലല്ലേ. അപ്പോൾ ആ ആശയപ്രചരണം ശക്തിയായിട്ട് നിങ്ങൾ ഞങ്ങൾക്കെതിരായിട്ട് നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പാട്ടും വരുവിൻ്റെ അത് സിനിമയും വരുവിൻ്റെ അത് നാടകവും വരും, ഒക്കെ വരും. പക്ഷെ അതിനൊക്കെ അതിജീവിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ ആശയ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഉണ്ടാകുന്ന അനുഭവം. അത് ഈ തെരഞ്ഞെടുപ്പിന് വരുന്ന തെരഞ്ഞെടുപ്പിനുണ്ട്. ആര്? അതാ ഞാൻ പറഞ്ഞത്, ഓരോരോ ചോദ്യം ചോദിക്കുന്നത് തെറ്റായ ചോദ്യമാകുമ്പോൾ മറുപടി അങ്ങനെ പറയില്ല. നിങ്ങൾ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ പറയണം മറുപടി. പിന്നെന്താ ഞാൻ മത്സരിക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പം ചോദിച്ചാൽ ഞാൻ മത്സരിക്കുന്നുണ്ടോ എന്നോ പറയേണ്ടത്, അല്ല ഇല്ലാന്നോ പറയേണ്ടത്? അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ തീരുമാനിക്കുക. ഞാനാ തീരുമാനിക്കുക ഞാൻ മത്സരിക്കണോ കൊണ്ട്? ഞാനോ? ഞാൻ 3 ടേം കഴിഞ്ഞു. ഇത് 3ാമത്തെ ടേമാണ്. അതെ, ആണ്. ഞാൻ പറഞ്ഞില്ല, ഇത്രയും പറഞ്ഞ പിന്നെ മനസ്സിലായില്ലേ? 41 41 ഈ കൗൺസിലർമാരെ രൂപപ്പെടുത്തുന്നതിൽ കോൺഗ്രസിന്റെ BJP ജയിച്ച 41 കോൺഗ്രസിന് 1000-ൽ കുറവായ വോട്ട് മാത്രമേ കിട്ടൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആദ്യം ഇതാ പറഞ്ഞത്. നിങ്ങളന്നേരം വന്നിട്ടില്ല. LDF-നോ? LDF ഇപ്പോഴും വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയില്ല. അതിനു വേണ്ടിയിട്ടല്ലേ ഈ ചർച്ചയിൽ മുഴുവൻ നടത്തുന്നത്. LDF-ന്റെ അടിത്തറ വിപുലീകരിക്കുക എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളാണ് നമ്മളോടൊപ്പം വരേണ്ടത്, അല്ലാതെ ഏതെങ്കിലും പാർട്ടിയോ അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വസ്തുതയില്ല. ആര് പറഞ്ഞാലും ശരി. രാഷ്ട്രീയ അടിത്തറ ഇളകിയിട്ടില്ല. ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ എങ്ങും പോയിട്ടില്ല. തോൽവി പരിശോധിച്ചു എന്നുള്ളതാണ് CPIM വ്യക്തമാക്കുന്നത്. മലപ്പുറത്ത് 10 ലക്ഷം വോട്ട് കിട്ടി എന്നുള്ള ചില കണക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത്. അങ്ങനെയൊന്നും മുങ്ങുന്ന കപ്പലല്ല ഇത്. അത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം വന്നിട്ടില്ല. രാഷ്ട്രീയ അടിത്തറ ഭദ്രമാണ് എന്നുള്ളതും കൂടിയാണ്.